പ്രിയപ്പെട്ടവരെ, വളരെ സന്തോഷകരമായ ഒരു കാര്യം നിങ്ങളെ അറിയിക്കട്ടെ. തലശ്ശേരി അതിരൂപത മരിയൻ തീർത്ഥാടനം എന്ന പേരിൽ ചെമ്പേരി ബസലിക്കയിലേക്ക് ജപമാല ചൊല്ലി തീർത്ഥാടനം നമ്മൾ 2024 ഡിസംബർ മാസം 6, 7 തീയതികളിൽ ആരംഭിക്കുകയാണ്. മാതാവിനോടുള്ള ഭക്തി മലബാറിലെ കുടിയേറ്റക്കാരായ നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ ഏറ്റവും അടിസ്ഥാനമായി നിൽക്കുന്ന കാര്യമാണ്. ജപമാല കയ്യിലേന്തി ജപമാല ചൊല്ലി പ്രാർത്ഥിച്ചാണ് നമ്മൾ പ്രതിസന്ധികൾ അതിജീവിച്ചത്. നമ്മുടെ പൂർവികരുടെ പ്രധാനപ്പെട്ട ഒരു ബലം അവർ ജപമാല കയ്യിൽ പിടിച്ച് തിരുസന്നിധിയിൽ കരങ്ങൾ ഉയർത്തി പ്രാർത്ഥിച്ചതാണ്. നമ്മുടെ അതിരൂപതയിൽ വിവിധ സ്ഥലങ്ങളിൽ ചെറിയ രീതിയിലുള്ള തീർത്ഥാടനങ്ങൾ നടക്കുന്നുണ്ടെങ്കിലും രൂപതയിലെ മുഴുവൻ വിശ്വാസികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പൊതുവായ തീർത്ഥാടനം നമുക്കുണ്ടായിരുന്നില്ല. നമ്മൾ ഈ വർഷം മുതൽ അത് ആരംഭിക്കുകയാണ്. ചെമ്പേരി നമ്മുടെ കുടിയേറ്റക്കാരുടെ തലശ്ശേരി രൂപതയിലെ ഒരു ഹൃദയം പോലെ നിൽക്കുന്ന പ്രദേശമാണ്. പ്രത്യേകിച്ച് മലബാറിലെ ലൂർദ് എന്ന പേരിലൊക്കെ നമ്മൾ ചെമ്പേരിയെ വിളിക്കുന്നുണ്ട്. വലിയ അനുഗ്രഹമായിട്ടാണ് നമുക്ക് ഈ 2024 ചെമ്പേരി ലൂർദ് ഇടവകയെ ബസലിക്ക പദവിയിലേക്ക് മാർപ്പാപ്പ ഉയർത്തിയത്. അതുകൊണ്ട് ചെമ്പേരി ബസലിക്ക കേന്ദ്രീകൃതമാക്കിയിട്ടാണ് ഈ തീർത്ഥാടനം നമ്മൾ ഉദ്ദേശിക്കുന്നത്. എടൂരിൽ നിന്നും ആലക്കോട് നിന്നും കാൽനടയായി ജപമാല ചൊല്ലി രാത്രി മുഴുവൻ ഡിസംബർ 6 തീയതി രാത്രി ജപമാല ചൊല്ലി നമ്മൾ ചെമ്പേരിയിലേക്ക് നടക്കുകയാണ്. എടൂരിൽ 30 കിലോമീറ്ററും ആലക്കോട് 20 കിലോമീറ്ററും സാമാന്യം ദൂരം നമ്മൾക്കുണ്ടെങ്കിലും ഒരു രാത്രി മുഴുവൻ പ്രാർത്ഥിച്ച് നടക്കുകയാണ്. പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങൾക്ക് കാൽനടയായി നടക്കുന്ന തീർത്ഥാടനങ്ങൾക്ക് വലിയ ദൈവാനുഗ്രഹമുണ്ട്. നമ്മൾ ഒരുങ്ങി പ്രാർത്ഥിച്ച് ഒരു പ്രത്യേക നിയോഗം മനസ്സിൽ ഓർത്തുകൊണ്ട് ത്യാഗത്തോടെയുള്ള നടപ്പാണ്. അതിൽ ഈ ത്യാഗം നമ്മുടെ ജീവിതത്തിൻ്റെ ലാളിത്യത്തെക്കുറിച്ച് ഓർമ്മിക്കാൻ, നമ്മുടെ പാപ പരിഹാരം ഇതൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ടാണ് നമ്മുടെ ഈ തീർത്ഥാടനങ്ങൾ നടക്കുന്നത്. സഭയിൽ പ്രത്യേകിച്ച് തീർത്ഥാടനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്. പ്രത്യേകിച്ച് മലബാറിൽ നമ്മൾ ഇങ്ങനെ ഒരു തീർത്ഥാടനം ഉദ്ദേശിക്കുന്നത് നമുക്ക് ബസലിക്കയിലേക്ക് പ്രാർത്ഥനാപൂർവ്വം എത്തുമ്പോൾ ദണ്ഡവിമോചനം, നമ്മുടെ പാപങ്ങൾക്ക് ഒരു പരിഹാരം ചെയ്യാനുള്ള അവസരമായിട്ടിത് മാറും. പൂർണ്ണ ദണ്ഡവിമോചനം പ്രാപിക്കാനുള്ള അവസരം കൂടിയാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഡിസംബർ മാസത്തിലെ മാതാവിൻ്റെ അമലോത്ഭവ തിരുനാളുമായി ബന്ധിപ്പിച്ചാണ് എല്ലാ വർഷവും ഈ മരിയൻ തീർത്ഥാടനം നടത്തുന്നത്. ഡിസംബർ നമ്മളൊരു മരിയൻ ഉത്സവമായി മാറുകയാണ്. പ്രത്യേകിച്ച് ഈ തീർത്ഥാടനങ്ങൾ തുടങ്ങുന്ന ആലക്കോടും എടൂരും അന്നേ ദിവസം 6 തീയതി വൈകുന്നേരം, ഡിസംബർ 6 തീയതി വൈകുന്നേരം നമുക്ക് മരിയൻ നൈറ്റാണ്. മാതാവിനെക്കുറിച്ചുള്ള ചിന്തകൾ, മാതാവിൻ്റെ ജീവിതത്തെ അടിസ്ഥാനമാക്കിയുള്ള വചന വിചിന്തനങ്ങൾ, വിശുദ്ധ കുർബാന, ആരാധന, മ്യൂസിക്, സംഗീത ശുശ്രൂഷ എല്ലാം ഉദ്ദേശിച്ചുകൊണ്ട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള മരിയൻ നൈറ്റ് ആലക്കോടും എടൂരും ഉണ്ട്. കൂടാതെ പൈസക്കരിയിൽ നിന്നും ചെമ്പത്തൊട്ടിയിൽ നിന്നും ചെമ്പേരി ഇടവക ഫൊറോനയിലെ വിവിധ ഇടവകളിൽ നിന്നൊക്കെ തീർത്ഥാടകരായി ചെമ്പേരിയിലേക്ക് എത്തുകയാണ്. 6 തീയതി വൈകുന്നേരം ചെമ്പേരിയിലും ഇതേപോലെ മരിയൻ നൈറ്റ് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. അന്ന് ചെമ്പേരി പള്ളിയിൽ അന്ന് രാത്രി മുഴുവൻ അഖണ്ഡ ആരാധനയാണ്. വലിയ ഒരുക്കത്തോടു കൂടിയാണ് നമ്മൾ ഈ മരിയൻ തീർത്ഥാടനം ആരംഭിക്കുന്നത്. ഇനി എല്ലാ വർഷവും നമ്മൾ മാതാവിനോടുള്ള ഭക്തി പ്രകടിപ്പിച്ചുകൊണ്ട് ഇപ്രകാരം മലയോര ഹൈവേയിലൂടെ നമ്മുടെ ഒരു വലിയ സാക്ഷ്യമായി ജപമാല ചൊല്ലി എത്തുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈ മരിയൻ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും സ്നേഹത്തോടെ ക്ഷണിക്കുകയാണ്. നമ്മുടെ ഇടവകളിൽ ഇതേക്കുറിച്ചുള്ള അറിയിപ്പുകളൊക്കെ കിട്ടിക്കഴിഞ്ഞു. നമ്മൾ പ്രാർത്ഥിച്ചൊരുങ്ങി ഒരു രാത്രി മുഴുവൻ പരിശുദ്ധ അമ്മയോടൊപ്പം ഈശോയുടെ സന്നിധിയിലേക്കുള്ള യാത്രയാണ്. 7 തീയതി രാവിലെ 4:30 മണിക്ക് നമ്മൾ ചെമ്പേരി ബസലിക്കയിൽ എത്തിച്ചേരും. 5 മണിക്ക് അഭിനന്ദ പിതാവിൻ്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വിശുദ്ധ ബലി 6 മണിക്ക് അവസാനിക്കുന്നത് പോലെയാണ്. ഈ യാത്രയിൽ ആവശ്യമായ എല്ലാ ക്രമീകരണങ്ങളും വലിയ ഒരുക്കങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ എല്ലാ വിവരങ്ങളും നിങ്ങളെ അറിയിക്കും. ഈ തീർത്ഥാടനത്തിലേക്ക് എല്ലാവരെയും വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു.